റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്താനും മറക്കരുത്. റേഷൻ കാർഡ് എന്നത് വെറും ധാന്യം വാങ്ങാനുള്ള കാർഡ് മാത്രമല്ല, നിരവധി സർക്കാർ സഹായങ്ങൾക്ക് അടിസ്ഥാന രേഖയാണെന്ന സത്യം പലരും അറിയാത്തതിനാൽ അവർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. 2026 കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്, കുടുംബശ്രീ മിഷൻ, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ പുറപ്പെടുവിച്ച ഔദ്യോഗിക നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അർഹരായ എല്ലാ പൗരന്മാർക്കും ഈ പദ്ധതികളുടെ ആനുകൂല്യം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. റേഷൻ കാർഡിന്റെ പ്രാധാന്യം കേരളത്തിലെ ക്ഷേമ സംവിധാനത്തിൽ വളരെ വലുതാണ്. പല ക്ഷേമ പദ്ധതികളുടെയും അടിസ്ഥാന യോഗ്യതാ രേഖ റേഷൻ കാർഡാണ്. പിങ്ക് കാർഡ് അഥവാ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡ് ഉടമകൾക്ക് മാത്രമല്ല, APL കാർഡ് അഥവാ നീല കാർഡ് ഉടമകൾക്കും നിരവധി ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, വിലാസം, വരുമാന നില എന്നിവയാണ് മിക്ക പദ്ധതികളുടെയും തിരഞ്ഞെടുപ്പിന് അടിസ്ഥാനം. അതിനാൽ റേഷൻ കാർഡിലെ വിവരങ്ങൾ എപ്പോഴും കൃത്യമായി സൂക്ഷിക്കണം. വിവാഹം, ജനനം, മരണം, വിലാസം മാറ്റം എന്നിവ ഉണ്ടായാൽ ഉടൻ തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ അറിയിച്ച് കാർഡിൽ തിരുത്തൽ വരുത്തണം. റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് മിക്ക പദ്ധതികളിലും നിർബന്ധമാണ്. ഇവിടെ ഗ്രാമസഭയുടെ പങ്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ക്ഷേമ പദ്ധതികളിൽ നിർണായകമാണ്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിലും ഗ്രാമസഭയ്ക്ക് നിർണായക പങ്കുണ്ട്. എല്ലാ വാർഡിലും വർഷത്തിൽ കുറഞ്ഞത് 4 തവണ ഗ്രാമസഭ ചേരും. ഗ്രാമസഭയിൽ വെച്ചാണ് പുതിയ ഗുണഭോക്തൃ ലിസ്റ്റുകൾ അംഗീകരിക്കുന്നത്. ക്ഷേമ പെൻഷൻ, ഭവന പദ്ധതി, പഠനോപകരണ സഹായം എന്നിവയ്ക്ക് അപേക്ഷിച്ചവരുടെ ലിസ്റ്റ് ഗ്രാമസഭയിൽ വായിച്ച് അംഗീകരിക്കും. അതിനാൽ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഗ്രാമസഭയിൽ അപേക്ഷ സമർപ്പിക്കുകയും വാർഡ് മെമ്പറുടെ സഹായം തേടുകയും ചെയ്യുന്നത് പദ്ധതി ലഭിക്കാനുള്ള സാധ്യത കൂട്ടും. ഗ്രാമസഭയുടെ തീരുമാനം അന്തിമമാണ്. ഹരിതകർമ്മസേനയുമായി സഹകരിക്കുന്നത് ഭാവിയിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കും. യൂസർ ഫീസ് കൃത്യമായി അടയ്ക്കുന്ന കുടുംബങ്ങൾക്ക് പല പദ്ധതികളിലും മുൻഗണന നൽകുന്നു. ഹരിതകർമ്മസേന വീട്ടിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിനുള്ള പ്രതിമാസ ഫീസ് കൃത്യമായി അടയ്ക്കണം. ഫീസ് ബാക്കിയുള്ളവരുടെ അപേക്ഷകൾ പല പഞ്ചായത്തുകളിലും പരിഗണിക്കുന്നില്ല. ഹരിതകർമ്മസേനയുടെ രസീത് സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ഭവന പദ്ധതി, ശുചിത്വ പദ്ധതി, കൃഷി സബ്സിഡി എന്നിവയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഹരിതകർമ്മസേനയുടെ NOC ആവശ്യപ്പെടുന്നു. അതിനാൽ യൂസർ ഫീസ് മുടക്കാതെ അടയ്ക്കുന്നത് ഭാവിയിലെ എല്ലാ സഹായങ്ങൾക്കും ഗുണകരമാണ്. ഇനി അടുത്തത് മുതിർന്ന പൗരന്മാർക്കും കിടപ്പു രോഗികൾക്കുമുള്ള സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വ്യാപകമായി നടപ്പിലാക്കുന്നു. കട്ടിൽ, കമ്പിളിപ്പുതപ്പ്, ഊന്നുവടി, വീൽചെയർ തുടങ്ങിയ സഹായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർക്കും കിടപ്പിലായ രോഗികൾക്കും ഈ സഹായം ലഭിക്കും. വാർഡ് മെമ്പർ വഴി അപേക്ഷ നൽകിയാൽ മതി. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കിടപ്പു രോഗികൾക്ക് വീട്ടിൽ വന്ന് പരിശോധന നടത്തിയ ശേഷമാണ് ഉപകരണം നൽകുന്നത്. കൂടാതെ വാർദ്ധക്യ പെൻഷൻ, കിടപ്പു രോഗി പെൻഷൻ എന്നിവയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്നു. 2026 ഈ സഹായങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന മേഖലയാണ്. സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ് പദ്ധതി, പഠനമുറി നിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 10ാം ക്ലാസ്സിലും +2-ലും ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. റേഷൻ കാർഡുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് പുസ്തകം, ബാഗ്, യൂണിഫോം എന്നിവയ്ക്ക് സഹായം ലഭിക്കും. ഡിജിറ്റൽ പഠനത്തിനായി ലാപ്ടോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. വീട്ടിൽ പഠനമുറി ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ചെറിയ പഠനമുറി നിർമ്മിക്കാൻ ധനസഹായം നൽകുന്നു. SC/ST OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അധിക മുൻഗണന ലഭിക്കും. സ്കൂൾ വഴിയോ പഞ്ചായത്ത് വഴിയോ അപേക്ഷിക്കാം. ഇനി വീട്ടമ്മമാർക്കും തൊഴിൽ അന്വേഷകർക്കുമുള്ള അവസരങ്ങൾ കുടുംബശ്രീ മിഷൻ വഴി നടപ്പിലാക്കുന്നു. ആട്, കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, മൈക്രോ സംരംഭങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡിയും വായ്പയും നൽകുന്നു. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഈ സഹായങ്ങൾക്ക് മുൻഗണന ലഭിക്കും. 45 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങാൻ 50,000 രൂപ വരെ പലിശരഹിത വായ്പ ലഭിക്കും. ഈട് വെക്കേണ്ടതില്ല. തൊഴിൽ അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും നൽകുന്നു. IT, ബ്യൂട്ടി പാർലർ, കാറ്ററിംഗ്, ടൈലറിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം കഴിഞ്ഞ്
സ്വയം തൊഴിൽ ആരംഭിക്കാം. പരിശീലന കാലത്ത് സ്റ്റൈബണ്ടും ലഭിക്കും. അടുത്തത് വീട് മെയിന്റനൻസിനും സൗകര്യങ്ങൾക്കും പഞ്ചായത്ത് വഴി ധനസഹായം ലഭ്യമാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും ശൗചാലയ നിർമ്മാണത്തിനും സഹായം ലഭിക്കും. വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ വഴി വീട് നിർമ്മിച്ച് നൽകുന്നു. റേഷൻ കാർഡുള്ളവർക്ക് ഭവന പദ്ധതിക്ക് മുൻഗണന ലഭിക്കും. വീടിന്റെ ചുമരും മേൽക്കൂരയും കേടായവർക്ക് അറ്റകുറ്റപ്പണി ഗ്രാന്റ് ലഭിക്കും. ശൗചാലയം ഇല്ലാത്ത വീടുകൾക്ക് സ്വച്ഛ് ഭാരത് മിഷൻ വഴി സൗജന്യ ശൗചാലയം ലഭിക്കും. വീടിന്റെ സ്ഥലം സ്വന്തമായി ഉണ്ടായിരിക്കണമെന്നത് മാത്രമാണ് പ്രധാന യോഗ്യത. വാർഡ് മെമ്പർ വഴി അപേക്ഷ നൽകി ഗ്രാമസഭയിൽ അംഗീകരിക്കണം. കൃഷിയും മൃഗപരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി സബ്സിഡി പദ്ധതികളുണ്ട്. തീറ്റപ്പുല്ല് കൃഷി, ജൈവ കൃഷി, അടുക്കളത്തോട്ടം എന്നിവയ്ക്ക് സബ്സിഡിയും പരിശീലനവും ലഭിക്കുന്നു. അടുക്കളത്തോട്ടത്തിന് വിത്തും വളവും സൗജന്യമായി നൽകുന്നു. കർഷക കാർഡുള്ളവർക്ക് മാത്രമല്ല, റേഷൻ കാർഡുള്ള ഏതൊരാൾക്കും ഈ സഹായം ലഭിക്കും. പശു, ആട്, കോഴി വളർത്തലിന് സബ്സിഡി നിരക്കിൽ കൂടും കുഞ്ഞുങ്ങളും ലഭിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി. കന്നുകാലികൾക്ക് ഇൻഷുറൻസും സൗജന്യ ചികിത്സയും ലഭിക്കും. കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക സഹായങ്ങൾ സാമൂഹ്യ നീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്നു. ആവശ്യമായ ഉപകരണങ്ങൾക്കും തൊഴിൽ വിദ്യാഭ്യാസ സഹായങ്ങൾക്കും പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. ചക്രക്കസേര, കേൾവി യന്ത്രം, കൃത്രിമ കാല്, കൈ എന്നിവ സൗജന്യമായി നൽകുന്നു. ഭിന്നശേഷി പെൻഷൻ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, സ്വയം തൊഴിൽ വായ്പ എന്നിവയും ലഭിക്കും. 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവർക്ക് ഈ സഹായങ്ങൾ ലഭിക്കും. ഡോക്ടറുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വാർഡ് മെമ്പറുടെ ശുപാർശയോടെ അപേക്ഷ നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ സഹായം ലഭിക്കും. ഇനി നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്നാമതായി, കൃത്യമായ രേഖകൾ സമർപ്പിക്കണം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകണം. രണ്ടാമതായി, വാർഡ് മെമ്പറുമായി നിരന്തരം ബന്ധപ്പെടണം. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയിൽ പേര് അവതരിപ്പിക്കുന്നത്. മൂന്നാമതായി, അപേക്ഷ തീയതികൾ ശ്രദ്ധിക്കണം. ഓരോ പദ്ധതിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയുണ്ട്. ആ തീയതി കഴിഞ്ഞാൽ അപേക്ഷ സ്വീകരിക്കുകയില്ല. നാലാമതായി, തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി സഹായം വാങ്ങിയാൽ കണ്ടെത്തുമ്പോൾ തുക തിരികെ ഈടാക്കുകയും നിയമ നടപടി എടുക്കുകയും ചെയ്യും. അഞ്ചാമതായി, ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണം. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകൾ അവഗണിക്കുക. പഞ്ചായത്ത് നോട്ടീസ് ബോർഡിലും ഔദ്യോഗിക വെബ്സൈറ്റിലും മാത്രം വിവരങ്ങൾ പരിശോധിക്കുക. വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഗ്രാമസഭയിൽ പങ്കെടുക്കുക, വാർഡ് മെമ്പറുമായി ബന്ധം പുലർത്തുക, അക്ഷയ സെന്ററിന്റെ സഹായം തേടുക എന്നിവയിലൂടെ ആനുകൂല്യങ്ങൾ നേടാം. പലരും അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്താതെ പോകുന്നത്. 2026 കേരള സർക്കാർ എല്ലാ പദ്ധതികളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. സേവനതളം പോർട്ടൽ വഴി മിക്ക അപേക്ഷകളും നൽകാം. അവസാനമായി പറയാനുള്ളത്, റേഷൻ കാർഡ് ഉടമകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാകുന്ന സഹായങ്ങൾ വളരെ വലുതാണ്. മുതിർന്ന പൗരന്മാർക്ക് ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, വീട്ടമ്മമാർക്ക് സംരംഭ സഹായം, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാക്കേജ്, കർഷകർക്ക് സബ്സിഡി, വീടില്ലാത്തവർക്ക് ഭവനം എന്നിങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ഗ്രാമസഭയുടെ തീരുമാനമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് കൃത്യമായി അടയ്ക്കുന്നത് ഭാവി ആനുകൂല്യങ്ങൾക്ക് സഹായിക്കും. കൃത്യമായ രേഖകൾ, സമയബന്ധിതമായ അപേക്ഷ, വാർഡ് മെമ്പറുമായുള്ള ബന്ധം എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ. അർഹതയുണ്ടെങ്കിലും അപേക്ഷിക്കാത്തതുകൊണ്ട് നിരവധി പേർ സഹായം നഷ്ടപ്പെടുത്തുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, ഓരോ കുടുംബവും തങ്ങളുടെ അവകാശം നേടിയെടുക്കണം. സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.